മക്കളുടെ ഏതിഷ്ടവും അവരുടെ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കണമെന്നാണ് പല മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. കയ്യിൽ പണമില്ലെങ്കിൽ പോലും കുട്ടികൾ ഡോക്ടറാകണമെന്നോ നേഴ്സാകണമെന്നോ ആഗ്രഹിച്ചാൽ ലോൺ എടുത്താണെങ്കിലും അവരെ ഉന്നത പഠനത്തിന് പറഞ്ഞയക്കുന്ന കുടുംബങ്ങളുണ്ട്. ആലപ്പുഴ കരിപ്പാട്ടെ സാബരിയയ്ക്ക് ഡോക്ടറാകണമെന്നായിരുന്നു സ്വപ്നം. കേരളത്തിൽ മെഡിസിൻ അഡ്മിഷൻ കിട്ടാതെ വന്നതോടെ അവളെ ഉസ്ബെക്കിസ്ഥാനിൽ MBBS ചേർത്തു. മകൾ ഡോക്ടറായി കാണണമെന്ന് വീട്ടുകാർ സ്വപ്നം കണ്ടു. എന്നാൽ ഒരു ഇടുത്തി പോലെയാണ് കുടുംബം ആ മരണവാർത്ത അറിഞ്ഞത്. സാവരിയെ സഹപാഠിയായ മലയാളി യുവാവ് ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് വിവരം. കേസിൽ പെരിന്തൽമണ്ണ സ്വദേശി സാദുരിൽ അനാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉസ്ബെക്കിസ്ഥാനിൽ മെഡിക്കൽ പഠനം നടത്തിവരികയായിരുന്ന ഹരിപ്പാട് സ്വദേശിനി സാവരിയെ കഴിഞ്ഞ ദിവസമാണ് കൊല്ലപ്പെട്ടത്. ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് സാവരിയെയും പെരിന്തൽമണ്ണ സ്വദേശി സാദുരിൽ അനാമും. MBBS പഠനത്തിലെത്തിയപ്പോഴാണ് ഇരുവരും പരിചയപ്പെടുന്നതും സൗഹൃദത്തിലായതും. അതിനിടെ 3 ദിവസം മുൻപ് കോളേജിന് പുറത്തുവെച്ച് തർക്കമുണ്ടായി. സാവരിയെയും അനാവും തമ്മിൽ സംസാരിച്ചു നിൽക്കുന്നതിനിടെ പെട്ടെന്നുണ്ടായ പ്രകോപനത്തെ തുടർന്ന് പ്രതി ലാപ്ടോപ്പ് കൊണ്ട് സാവരിയുടെ തലക്കടിക്കുകയായിരുന്നുവെന്നാണ് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സാവരിയയെ പ്രതി തന്നെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ചികിത്സയിലിരിക്കെ പെൺകുട്ടി മരിച്ചു. ആശുപത്രി അധികൃതർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയ പോലീസ് അനാമിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. കൊല്ലപ്പെട്ട സാവരിയെയും പ്രതിയും അടുത്ത സുഹൃത്തുക്കളായിരുന്നുവെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു. കൊലപാതകത്തിലേക്ക് നയിച്ച യഥാർത്ഥ സാഹചര്യങ്ങളെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. എംബസി അധികൃതരുടെ സഹായത്തോടെ നിയമ നടപടികൾ പൂർത്തിയാക്കി സാവരിയയുടെ മൃതദേഹം ചൊവ്വാഴ്ച രാവിലെയോടെ ഡൽഹിയിലെത്തിച്ചു. സാവരിയെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടും യാതൊരു വിവരവും ലഭ്യമാകാതായതോടെ വീട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് കുട്ടി കൊല്ലപ്പെട്ട വിവരം പുറത്തുവന്നത്. 4 ദിവസം മുൻപ് നടന്ന സംഭവത്തിന്റെ വിവരങ്ങൾ ഇപ്പോഴാണ് പുറത്തുവരുന്നത്. സാവരിയയുടെ ബന്ധുവാണ് മൃതദേഹം കൊണ്ടുവരാനായി ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോയത്. സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.